Okay, children, last class we discussed the lesson Gudad Sai. You learned 2 paragraphs of this lesson. No? गूदड़ साई एक मनोवैज्ञानिक कहानी है. इसमें एक साई जो अपने पास गूदड़ रखते थे. गूदड़ मीन्स फटा पुराना गद्दा, टॉन मैट्रेस. वो मोहन नामक लड़के के घर के पास गली में आया करता था. और जब कभी साई को देखता था तो मोहन उसे अपनी माँ से कहकर साग रोटी वगैरह देते थे. ഗൂദട് സായി എന്ന് പറയുന്നത് ഒരു സന്യാസിയുടെ കഥയാണ്. അദ്ദേഹം തൻ്റെ കയ്യിലെപ്പോഴും ടോൺ മാട്രസ് എന്ന് വെച്ചാൽ ഫടാ പുരാന ഗദ്ദ, പഴയതും കീറിയതുമായ കുറച്ച് മാട്രസ് അല്ലെ, വിരിപ്പുകൾ, അതൊരു കെട്ടാക്കി, ഭാണ്ഡക്കെട്ടാക്കി അദ്ദേഹം കൊണ്ടു നടക്കുമായിരുന്നു. അത് അദ്ദേഹം കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയാണ് അത് കൊണ്ടു നടക്കുന്നത് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അദ്ദേഹം കുട്ടികളെ തൻ്റെ ദൈവത്തെ പോലെ, ഈശ്വരനെ പോലെയാണ് കണ്ടിരുന്നത്. കുട്ടികളുമായാണ് അദ്ദേഹത്തിന് കൂടുതൽ ചങ്ങാത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആ പട്ടണത്തിലെ ഒരു കുട്ടിയായിരുന്നു മോഹൻ. അവിടെ താമസിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു മോഹൻ. അപ്പോൾ മോഹൻ ഈ സായിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് കഴിക്കാനായി തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും സാഗ് റോട്ടി എന്ന് പറഞ്ഞാൽ വെജിറ്റബിളും പിന്നെയോ റോട്ടി, അപ്പവും അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുക്കും. അപ്പോൾ സായി അത് വളരെ രുചിയോടെ കഴിക്കും സംസാരിച്ചുകൊണ്ട്. പക്ഷേ മോഹൻ്റെ അച്ഛൻ, മോഹൻ കെ പിതാ സായി കോ एक डोंगी या बुरा आदमी समझते थे. ഒരു മോശം മനുഷ്യൻ അല്ലെങ്കിൽ ഒരു തട്ടിപ്പുകാരൻ എന്നുള്ള രീതിയിലാണ് മോഹൻ്റെ അച്ഛൻ സായിയെ കണ്ടിരുന്നത്. क्योंकि वो पाश्चात्य शिक्षा एवं सभ्यता के रंग में रंगे हुए व्यक्ति थे. അദ്ദേഹം പാശ്ചാത്യ ശിക്ഷയും വിദ്യാഭ്യാസവും പിന്നെയോ ആ ഫാഷനും ഒക്കെയുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ മകനെയും ഇങ്ങനെയുള്ള ദരിദ്രരായ ആൾക്കാരുടെ കൂടെ കഴിയാൻ അനുവദിച്ചിരുന്നില്ല. और जब वो मोहन को साई के साथ देखता तब उसे डांटता था और उसे कभी उनसे बात കർണേ ന ദേത്തേ ഥേ. സായിയോട് അവനൊരിക്കലും സംസാരിക്കാനോ അല്ലെങ്കിൽ സായിയുടെ അടുത്ത് പോകാനോ അയാൾ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം സായിയുടെ മുന്നിൽ വെച്ച് മോഹനെ അദ്ദേഹം പിടിച്ചു കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് സായി അദ്ദേഹം വഴക്ക് പറയുന്നത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക. പേജ് നമ്പർ 56 लास्ट पैराग्राफ. उसके कई दिन बाद तक वो साई आसपास भी न दिखा दिया. आज कई दिन बाद वो साई आया और जानबूझकर उस बालक के मकान की ओर नहीं गया. मोहन पढ़ने गया हुआ था. पढ़कर वापस आते समय उसे साई दिखाई दिया. मोहन ने साई को पुकारा. उसकी पुकार पर साई लौट आया. मोहन ने उनसे पूछा, तुम आजकल आते नहीं? എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? उसके कई दिन बाद तक वो साई आस पास भी न आया. उसके कई दिन बाद എന്ന് പറയുമ്പോൾ മോഹൻ കെ പിതാ കെ ഡാണ്ട് മിൽനെ കെ കൈ ദിൻ ബാദ് മീൻസ്
വെൻ ഹി ഗോട്ട് സ്കോൾഡിങ് അല്ലേ ഫ്രം മോഹൻസ് ഫാദർ. ആഫ്റ്റർ ദാറ്റ് he did not come nearby his house. After several days, he did not see around that place. Sai did not come near Mohan's place. സായി കുറേ ദിവസത്തേക്ക് പിന്നീട് മോഹനൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്നതേയില്ല. ആജ് കൈ ദിൻ ബാദ് വോ സായി आया और जानबूझकर उस बालक के मकान की ओर नहीं गया. But today, after several days, he came near that Mohan's house. But he did not go to the house of that boy. He did not go to near Mohan's house. Okay, he means Sai has come to that town. He has come to that town, but he didn't go near Mohan's house. After several days, he did not see Sai around his place, but today, after several days, he came near that town, but he did not go to the house of that boy, means Mohan. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സായി വന്നത്. പക്ഷേ അദ്ദേഹം മോഹനൻ്റെ വീടിൻ്റെ പരിസരത്ത് പോയതേയില്ല. ഉസ് ബാലകയ്ക്ക് മക്കാൻ കി ഓർ നഹി ഗയ. ഉസ് ബാലക എന്ന് പറയുന്നത് മോഹനാണ്. മക്കാൻ മീൻസ് ബിൽഡിംഗ്, അദ്ദേഹത്തിൻ്റെ വീട്, കെട്ടിടം. മോഹൻ പഠിനെ ഗയാ ഹുവാ ഥ. ആ സമയത്ത് സായി വരുന്ന സമയത്ത് മോഹൻ അവിടെ ഉണ്ടായിരുന്നില്ല. മോഹൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. He went to school. मोहन पढ़ने गया हुआ था. पढ़कर वापस आते समय उसे साई दिखाई दिया. पढ़कर वापस आते समय मोहन was gone for study. Then when he was returning from school, he saw Sai. वापस आते समय उसने साई दिखाई दिया. He saw Sai while after coming back to the school. Then Mohan ने साई को पुकारा. He called Sai. मोहन ने साई को पुकारा. उसकी पुकार पर साई लौट आया. Then when Mohan called Sai, Sai returned at his call. അല്ലേ, അദ്ദേഹം തിരിച്ചു വന്നു. उसकी पुकार पर साई लौट आया. मोहन ने उससे पूछा. So that time Mohan was asking to Sai, तुम आजकल आते नहीं? Why are you not coming nowadays? He is asking. No? Once again I will say, उसके कई दिन बाद तक वो साई आसपास भी न दिखा. മോഹൻ്റെ അച്ഛൻ്റെ വഴക്ക് കിട്ടിയതിന് ശേഷം സായി ആ പരിസരത്ത് വന്നതേയില്ല. ആജ് കൈ ദിൻ ബാദോ സായി ആയ. ഇന്ന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ സെവറൽ ഡേയ്സ് അല്ലേ, ഹി ഹാസ് കം ടു സീ ബട്ട് ഹി ഡിഡിൻ ഗോ നിയർ മോഹൻസ് ഹൗസ്. और आज जानबूझकर उस बालक के मकान की ओर नहीं गया. ജാൻബൂജ്കർ എന്ന് പറഞ്ഞാൽ നോയിങ്ലി എന്നുള്ള അർത്ഥമാണ്. അൺനോയിങ്ലി എന്നുള്ള അർത്ഥം. അറിയാതെ പോലും അദ്ദേഹം മോഹൻ്റെ അടുത്ത് എത്തിയില്ല, മോഹൻ്റെ പരിസരത്ത് പോയില്ല. മോഹൻ പഠിനെ ഗയാ ഹുവാ ഥ. മോഹൻ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവൻ. പഠിക്കർ വാപ്പസ് ആത്തേ സമയ ഉസേ സായി ദിഖായി ദിയ. പഠിച്ച് മടങ്ങി വരുന്ന സമയത്താണ് മോഹൻ സായിയെ കാണുന്നത് അവിടെ. മോഹനെ സായി കോ പുക്കാര. മോഹൻ സായി ഉറക്കെ വിളിക്കുകയാണ്. ഉസ്കി പുക്കാർ പർ സായി ലൗട്ടായ. അവൻ്റെ വിളിയിൽ സായി മടങ്ങി വന്നു. മോഹനെ ഉസ്സെ പൂച്ച. അപ്പോൾ മോഹൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, തും ആജ്കൽ ആത്തേ നഹി? നിങ്ങൾ ഈടെയായി വരുന്നേ ഇല്ലല്ലോ ഇവിടെ എന്നാണ് മോഹൻ ചോദിക്കുന്നത് അല്ലേ. വൈ ആർ യു നോട്ട് കമ്മിങ് ഹിയർ? ആജ്കൽ ആത്തേ നഹി എന്ന് ചോദിക്കുകയാണ്.